പ്രിയപ്പെട്ട എല്ലാവർക്കും ഇതെൻ്റെ ആദ്യത്തെ ഒരു ലൈവ് വീഡിയോ ആണ്. എനിക്ക് ലൈവ് ഇടാനുള്ള കാരണം ആദ്യം തന്നെ ഞാൻ എൻ്റെ സ്ഥലം പറയാം. എൻ്റെ ആലത്തൂർ താലൂക്ക് കാവശ്ശേരി പഞ്ചായത്തിലെ പീശമോർന്ന ഗ്രാമത്തിലാണ് എൻ്റെ വീട്. ഇന്നലെ 11/1/2025 ഇന്നലെ ശിവൻ എന്ന് പറഞ്ഞ ഒരാളുമായി ഞാൻ എൻ്റെ വീടിൻ്റെ പരിസരത്ത് നിന്ന് ചെറിയൊരു വാക്കുതർക്കമുണ്ടായി. ആ വാക്കുതർക്കത്തിനെ ചൊല്ലി അത് കേസിലോട്ട് പോയി. ഞാൻ ഇന്നലെ കേസ് കൊടുക്കാൻ വേണ്ടി ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ രാത്രി ഒരു 7 മണി 7:30 സമയത്ത് ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ ഞാൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ലാന്നൊന്നും പറയില്ല, ഞാൻ മദ്യപിച്ചിട്ടുണ്ട്. ഡെയിലി കഴിക്കുന്ന ആളൊന്നുമല്ല ഞാൻ. പക്ഷെ ഇന്നലെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. നീ മദ്യപിച്ചത് കൊണ്ട് നിന്റെ കേസ് ഇവിടെ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ നിന്ന് ഇന്നലെ അവർ തിരിച്ചു വിട്ടു. പക്ഷെ ഇന്ന് എന്നെ ഉച്ചയ്ക്ക് ഈ ആലത്തൂരിൽ സുനീഷ് പറഞ്ഞ ഒരു സാർ എന്നെ വിളിച്ചിട്ട് ഇന്നൊരു കേസ് വന്നിട്ടുണ്ട്, ആലത്തൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം എന്ന് പറഞ്ഞു. ഞാൻ കൃത്യമായി അവരൊരു 3 മണിക്ക് വിളിച്ചത്. ഒരു 3:20 ആകുമ്പോഴേക്കും 3:25 ആകുമ്പോഴേക്കും ഞാൻ അവിടെ എത്തി. ആലത്തൂർ പോലീസ് സ്റ്റേഷനിലെത്തി. ആലത്തൂർ പോലീസ് സ്റ്റേഷനിലെത്തിയ ശേഷം അവരാദ്യം സംസാരിച്ചു കൊണ്ടിരുന്നത് അയാളെ തല്ലി എന്നാണ് പറഞ്ഞത്. അപ്പം എൻ്റെ ഇതുപോലെ എൻ്റെ കയ്യിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടിരിക്കുകയാണ്, എന്നെ കൊണ്ട് തല്ലാൻ പറ്റില്ല. അപ്പോൾ ഈ എൻ്റെ പേരിൽ കൊടുത്ത പരാതിക്കാരൻ പറഞ്ഞിരിക്കുന്നത് തല്ലിയിട്ടില്ല, ചവിട്ടി എന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ചവിട്ടി എന്നായി. പിന്നെ ആളുടെ വണ്ടി ചവിട്ടി പൊളിച്ചു, ഞാൻ ആളിനെ കത്തിയെടുത്ത് കുത്താൻ വന്നു എന്നൊക്കെയാണ് ആള് പറഞ്ഞത് പോട്ടെ. പക്ഷേ ഈ ഒരു ആലത്തൂർ പോലീസ് സ്റ്റേഷൻ ചെയ്യേണ്ടത് 2 പേരുടെ പരാതിയും എടുക്കണം. ഒരാളുടെ പരാതി മാത്രം എടുക്കാനല്ല. ഒരു പോലീസ് സ്റ്റേഷനോടുള്ള 2 പേരുടെ പരാതി എടുക്കണം. അവർ ആ പരാതി എടുക്കുന്നതുമില്ല, നമ്മുടെ പരാതി എടുക്കുന്നില്ല. എന്നിട്ട് ഈ പരാതിക്കാരന് ഈ ആലത്തൂർ പോലീസ് സ്റ്റേഷനിലെ കുറച്ച് സാറന്മാർ, സുനീഷ് പറഞ്ഞ സാറൊക്കെ അവർക്ക് ഞാൻ തല്ലി മർദ്ദിച്ചു കൊണ്ടൊക്കെയാണ് ആൾ കേസ് കൊടുത്തത്. ഞാൻ ആൾ തല്ലിയിട്ടില്ല, മർദ്ദിച്ചിട്ടില്ല, മിണ്ടാണ്ട് പോകണം. എന്നെ തല്ലി എൻ്റെ കൈയും പൊട്ടിച്ചിട്ടാണ് ആള് എൻ്റെ പേരിൽ കേസ് കൊടുത്തത്. എന്നിട്ട് ഈ ആലത്തൂരിലെ സുനീഷ് പറഞ്ഞ സാർ ആളോട് പറഞ്ഞു കൊടുക്കുകയാണ് അവരുടെ മൊഴി എഴുതുമ്പോൾ, നിന്നെ തല്ലുന്നത് 2 പേര് കണ്ടു എന്ന് വേണം നാളെ പറയാൻ, ഇത് മാറ്റി പറയാൻ പറ്റില്ല എന്നൊക്കെയാണ് ഈ പരാതിക്കാരനെ പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെയാണ് ഒരു ആലത്തൂർ പോലീസ് സ്റ്റേഷൻ ചെയ്യേണ്ടത്. തെറ്റുണ്ടെങ്കിൽ തെറ്റ് 2 പേരുടെ ഭാഗത്ത് നോക്കണം. ഈ പരാതി ആദ്യം കൊടുത്തത് എൻ്റെ സ്വന്തം ജ്യേഷ്ഠനായ അനുരാഗിന്റെ പേരിലാണ് ഈ പരാതി കൊടുത്തത്. എന്നിട്ട് കാലത്ത് എൻ്റെ അനുരാഗിനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിട്ടും മോശമായിട്ടുള്ള സംസാരം, മോശമായിട്ടുള്ള രീതിയിലുള്ള അതും അവനെ ഒരു കളിയാക്കിയ രീതിയിലുള്ള സംസാരമൊക്കെയാണ് സംസാരിക്കുന്നത്. എന്നിട്ട് അവൻ പരാതിക്കാരനല്ല, അവൻ തെറ്റുകാരനല്ല എന്ന് പറഞ്ഞപ്പോൾ നേരെ എന്നെ വിളിച്ചു. എന്നിട്ട് പോലീസുകാർ എന്തായാലും ഇവനെതിരെ ഒരു പോലീസുകാരൻ, ആ സാറിന്റെ പേര് സന്തോഷം എന്ന് പറഞ്ഞ സാറ്, ഒന്നും നോക്കാതെ നേരെ വന്നിട്ട് ഇവനെ ഞങ്ങൾക്കറിയാം, ഇവന്റെ പേരിൽ എന്തായാലും കേസ് എടുക്കണം, ഇവനെ കേസ് ഇടണം, ഇവനെ കേസിൽ കൊടുക്കണം എന്നുള്ള സംസാരമാണ് ഈ സന്തോഷം പറഞ്ഞ സാർ സംസാരിക്കുന്നത്. ഈ വീഡിയോ നമ്മുടെ അത്രയും മനസ്സുണ്ട്. നമുക്കൊരു പോലീസുകാരോട്, നമുക്കൊരു പോലീസ് സ്റ്റേഷനോട് ഒരു ബഹുമാനവും റെസ്പെക്റ്റും ഈ ഒരു നീതി കിട്ടും എന്നുള്ള ഉറപ്പുണ്ട്. ഇത് മനഃപൂർവ്വം ഒരാളെ ടാർഗറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇവൻ പെടണം, ഇവൻ പ്രതിയാവണം എന്ന് പറയുന്നതിൽ ഒരു പോലീസുകാർക്കും ഒരു മര്യാദയല്ല, അതൊരു മര്യാദയുള്ള പരിപാടിയല്ല. എന്താ തെറ്റ് ആദ്യം കാണണം. എൻ്റെ ഏട്ടനെ വിളിക്കുമ്പോൾ അവൻ തെറ്റുകാരനാണോ അല്ലെങ്കിൽ തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടോ ഇതൊന്നും ചോദിക്കാനാണ് എൻ്റെ ഏട്ടനെ വിളിച്ചത്. അതിനുശേഷം എന്നെ വിളിച്ചു. ഞാൻ സ്റ്റേഷനിലോട്ട് പോയി. നമ്മുടെ പരാതി എടുക്കുന്നില്ല. എൻ്റെ വൈഫും എൻ്റെ ചേട്ടനും ഞാനും കൂടിയിട്ടാണ് പോയത്. എൻ്റെ വൈഫ് പരാതി കൊടുത്തിട്ട് എടുക്കുന്നില്ല, എൻ്റെ ചേട്ടൻ കൊടുത്തിട്ട് പരാതി ഞാൻ കൊടുത്തിട്ട് എടുക്കുന്നില്ല. അവർ നാളെ SI വരട്ടെ, എന്നിട്ട് നിന്റെ പരാതി എടുക്കാമെന്ന് പറഞ്ഞു. ഇന്നലെ ഞാൻ കുടിച്ചു എന്നുള്ള ഒരൊറ്റ കാരണത്തിൽ എൻ്റെ പരാതി അവരെടുത്തിട്ടില്ല. അപ്പൊ ഈ കേരളത്തിൽ കുടിച്ചിട്ട് ആരെങ്കിലും തല്ലുകൊണ്ട് കഴിഞ്ഞാൽ ഈ കേരളത്തിൽ പരാതി എടുക്കാൻ പറ്റില്ലേ? ഇനി കുടിക്കാണ്ടിരുന്നാൽ മാത്രമാണോ ഇവിടെ പരാതി എടുക്കുള്ളൂ? അതാണ് ഞാൻ ചോദിക്കുന്നത്. കുടിക്കാണ്ടിരുന്നാൽ മാത്രമേ എടുക്കുള്ളൂ? നമ്മൾ ഒരു പോലീസ് സ്റ്റേഷനും അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനും അത്രയും വിശ്വാസമുള്ളതാണ് നമ്മൾ അവർ വിളിക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് പോണത്. ആ വിശ്വാസം അവർ തിരിച്ചു തരുന്നില്ല. ഞാനിപ്പോൾ അത്ര വലിയ ഞാനിപ്പോൾ അത്ര നല്ലവണ്ണമല്ലേ, തെറ്റ് ചെയ്തതായിട്ട് ഈ കേരളത്തിൽ ആരുമില്ല. തെറ്റ് എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇന്നലെ നടന്ന സംഭവത്തിൽ ശിവൻ പറഞ്ഞ ആള് എന്നെ മർദ്ദിക്കുകയാണ് ചെയ്തത്, എന്നെ തല്ലുകയാണ് ചെയ്തത്. ആളത് നേരെ തിരിച്ച് ആളിനെ ഞാൻ തല്ലി, ആളുടെ ദേഹത്ത് ഒരു മുറിയോ ഒരു മുറിവിന്റെ പാടോ ഒന്നുമേ ഒരു സംഭവമേ ആളുടെ ദേഹത്തില്ല. എന്നിട്ടും ഈ പോലീസുകാർ നീ ചെയ്തു എന്നിട്ട് പോലീസുകാർ പറഞ്ഞു കൊടുക്കുകയാണ്, കത്തിയും കൊണ്ട് വന്നില്ലേ, കത്തി എടുത്തു എന്നൊക്കെ പറയുന്നൊക്കെ വേണ്ടി ഇവരെ പറഞ്ഞു കൊടുക്കുക. ആരോട്? ഈ ശിവൻ പറഞ്ഞ ആളോട്. 2 പേരെ നാളെ സാക്ഷി നിർത്തണം. ഈ സുനീഷ് സാറ് പറഞ്ഞു കൊടുക്കണം, 2 പേരെ നാളെ സാക്ഷി നിർത്തണം. ഇനി എന്ത് വന്നാലും മാറ്റി പറയാൻ പറ്റില്ല. സാക്ഷി ആരെയെങ്കിലും നിർത്തിക്കോ, നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ആരെയെങ്കിലും വിളിച്ച് നിങ്ങളുടെ നാട്ടിലെ സാക്ഷി നിർത്തിക്കോ എന്ന് ഇവർ പറയുന്നു. ഇത് ഈ പോലീസുകാർ ചെയ്യുന്നത് വളരെ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ എനിക്ക് സംഭവിച്ചത് തെറ്റ് എന്താണെന്ന് അറിഞ്ഞ് തെറ്റിന്റെ ശരിയും അതിന് വ്യക്തതയും മനസ്സിലാക്കിയിട്ട് വേണം കേസെടുക്കാൻ. ഇപ്പൊ അവര് പറയുന്നത് ഓടി വന്നതും ആ ആലത്തൂർ സന്തോഷമാണ് സാറ് പറഞ്ഞത്, ഇവന്റെ പേരിൽ കേസെടുത്തോ, ഇവനെ കേസെടുക്ക്, ഇവനെ 2 കേസ് ഇട്ടുകൊടുക്കും, ഇവന് പഴയ കേസൊക്കെ തപ്പ്. എൻ്റെ പേരിൽ പഴയ കേസൊക്കെ തപ്പിക്കോട്ടെ, എത്ര കേസുണ്ട് എന്ന് അവർ പറയട്ടെ, എത്ര കേസുണ്ട് എനിക്ക് അതൊക്കെ പറയട്ടെ. തെറ്റ് ചെയ്ത
അത് ശിക്ഷിക്കപ്പെടണം. പക്ഷെ തെറ്റ് എന്താണെന്ന് അറിയാണ്ട് ഒരാൾ ശിക്ഷിക്കാനുള്ള അവകാശം ഒരു പോലീസുകാർക്കും ഇല്ല, ഒരാൾക്കും ഇവിടെ ഇല്ല. അയാളുടെ ഭാഷ മാത്രം കേട്ട് നമ്മുടെ പക്ഷം കേൾക്കാനുള്ള ഒരു മനസ്സ് പോലും ആലത്തൂരിൽ ഒരു പോലീസുകാർക്കില്ല. അയാൾ എന്നെ ആളുടെ ആരോഗ്യ നിലയും എൻ്റെ ആരോഗ്യ നോക്കുമ്പോൾ എനിക്ക് ആളെ തല്ലി തോപ്പിക്കാനോ തല്ലാനും കൂടെ പറ്റില്ല. എൻ്റെ കൈയിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചെങ്കിൽ തല്ലാൻ കൂടെ പറ്റില്ല. ഫസ്റ്റ് അവർ തല്ലി എന്ന് പറഞ്ഞത് പിന്നെ ചവിട്ടി നാക്കി എല്ലാം ഈ പോലീസുകാർ പറഞ്ഞ് അതിനൊക്കെ മാറ്റി അവസാനം ഞാൻ തല്ലി എന്നുള്ള ഒരു രീതിയിലേക്ക് അവരെത്തിച്ചു. ഞാൻ ഈ വീഡിയോ ഇടാനുള്ള മെയിൻ കാരണം എനിക്ക് ഏറ്റവും വിഷമമുണ്ടായ ഒരു ദിവസമാണ് ഇന്ന്. ഏറ്റവും ഒരു വിശ്വാസം പറഞ്ഞ ഒരു സംഭവം ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്ക് നഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ ഈ വീഡിയോ ഇട്ടെന്നെ ചൊല്ലി ഇനി ആലത്തൂർ പോലീസ് സ്റ്റേഷനിലുള്ള സാറുമാർ എന്നെ തല്ലിയാലും ഈ കേസിന് എന്നെ റിമാൻഡിലാക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തിയാലും എനിക്കൊരു പ്രശ്നമില്ല. സാറുമാർക്ക് അത് സന്തോഷം ഉണ്ടെങ്കിൽ സാറുമാർ അത് ചെയ്തു. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോ മെയിനായിട്ട് ചെയ്യണം. കാരണം എനിക്ക് ഇവിടുത്തെ ജുഡീഷ്യനോട് 100% പറയും.